പശ്ചിമേഷ്യ ഏതാണ്ടൊന്ന് ശാന്തമാകുമെന്ന പ്രതീക്ഷയായിരുന്നു സ്വിറ്റ്സർലൻഡിലെ ഇറാൻ അമേരിക്ക ചർച്ചയിലൂടെ ലോകം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ കൃത്യസമയത്ത് ട്രംപിൻ്റെ അസാധാരണമായ മലക്കം മറിച്ചിൽ കാര്യങ്ങൾ വീണ്ടും കുഴപ്പത്തിലാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് ലോകത്തെ ആകെ ഭീതിയിലാഴ്ത്തി യൂറോപ്പിൽ നിന്നും മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ നിർണായകവുമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മോസ്കോ ലക്ഷ്യമാക്കി യുക്രൈൻ നടത്തിയ വൻതോതിലുള്ള ഡ്രോൺ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ റഷ്യ തങ്ങളുടെ വ്യോമാക്രമണങ്ങൾ ക്രൂരമായി ശക്തമാക്കിയതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ പുതിയ നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത കൂടുതൽ വഷളാക്കാനും യുദ്ധം നിയന്ത്രണാതീതമായ ഒരു വലിയ പ്രാദേശിക പ്രതിസന്ധിയായി മാറാനുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മോസ്കോയ്ക്ക് നേരെയുണ്ടായ ആകാശ കരുത്ത് പ്രകടനത്തിന് പകരമായി യുക്രൈൻ്റെ തന്ത്രപ്രധാനമായ നഗരങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. റഷ്യൻ സൈന്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യുക്രൈനിലെ പ്രധാന നഗരങ്ങളിൽ വ്യോമാക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കടുപ്പമേറിയതും വിനാശകരവുമായ ആക്രമണം ഉണ്ടായത് മുൻനിര നഗരമായ സപ്പോറിഷ്യയിലാണ്. ഇത് കാര്യങ്ങളുടെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാരണം യുക്രൈൻ്റെ ആണവ സാന്നിധ്യത്താലും തന്ത്രപരമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്താലും ഏറെ പ്രാധാന്യമർഹിക്കുന്ന നഗരമാണ് സപ്പോറിഷ്യ. റഷ്യൻ സൈന്യം തൊടുത്തുവിട്ട ഗൈഡഡ് ഏരിയൽ ബോംബുകൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് വിതച്ചത്. ഈ മാരകമായ ബോംബാക്രമണങ്ങളിൽ കുറഞ്ഞത് 5 സാധാരണ പൗരന്മാരെങ്കിലും കൊല്ലപ്പെട്ടതായി പ്രാഥമിക വിവരങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇവിടെയുള്ള ആണവ നിലയത്തിന് നേരെ വൻ ആക്രമണം ഉണ്ടായിട്ടുണ്ടാകാം എന്ന സൂചനകളിലൂടെയാണ്. സപ്പോറിഷ്യയിലെ ജനവാസ മേഖലകളിലെയാണ് റഷ്യ ഈ വട്ടം പ്രധാനമായും ലക്ഷ്യം വെച്ചതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളും വീടുകളും റഷ്യൻ ബോംബാക്രമണത്തിൽ തകർന്നു തരിപ്പണമായി. നഗരത്തിലുടനീളം വൻ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ. പൊതുസൗകര്യങ്ങൾക്കും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ നടന്ന ഈ ആക്രമണം നഗരത്തിലെ ജനജീവിതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. വൈദ്യുതി ജലവിതരണ ശൃംഖലകൾ പലയിടത്തും തകർന്നു. നഗരത്തിലെ പൊതുകെട്ടിടങ്ങളും റോഡുകളും തകർന്ന നിലയിലാണ്. യുക്രൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വ്യവസായ ആണവ നഗരത്തെ ഭയത്തിൻ്റെ നിഴലിലാഴ്ത്താൻ റഷ്യൻ വ്യോമസേനയ്ക്ക് ഈ ആക്രമണത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. സപ്പോറിഷ്യയിലെ ആക്രമണങ്ങൾക്ക് പുറമെ യുക്രൈൻ്റെ ഡ്രോൺ നിർമ്മാണ ശേഷിയെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മറ്റൊരു ശക്തമായ നീക്കവും റഷ്യൻ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഖാർക്കീവ് നഗരത്തിന് സമീപമുള്ള യുക്രൈൻ്റെ ഡ്രോൺ സംഭരണശാലയും ഉൽപ്പാദന കേന്ദ്രവും തങ്ങൾ വിജയകരമായി തകർത്തതായി മോസ്കോ അവകാശപ്പെട്ടു കഴിഞ്ഞു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. റഷ്യ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ആക്രമണത്തിന് ഇരയായ കേന്ദ്രങ്ങളിൽ നിന്നും കനത്ത കറുത്ത പുക ആകാശത്തേക്ക് ഉയരുന്നത് വ്യക്തമായി കാണാം. യുക്രൈൻ സൈന്യത്തിന് നിരന്തരം ഡ്രോണുകൾ വിതരണം ചെയ്തിരുന്ന പ്രധാന താവളമാണ് തങ്ങൾ തകർത്തെന്ന് റഷ്യ അവകാശപ്പെടുന്നുണ്ട്. യുക്രൈൻ്റെ പ്രത്യാക്രമണ ശേഷിയുടെ നട്ടെല്ലൊടിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഈ ആക്രമണം വിലയിരുത്തപ്പെടുന്നത്. റഷ്യൻ മണ്ണിലേക്ക്, പ്രത്യേകിച്ച് തലസ്ഥാനമായ മോസ്കോയിലേക്ക് യുക്രൈൻ നടത്തിയ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണത്തിനുള്ള മറുപടിയായാണ് ഈ നടപടിയെന്ന് ക്രെംലിൻ വ്യക്തമാക്കുന്നുണ്ട്. റഷ്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് തുളച്ചു കയറി യുക്രൈൻ നടത്തിയ ഈ വ്യോമാക്രമണം മോസ്കോയെ ഞെട്ടിച്ചിരുന്നു. അതിനുള്ള പ്രതികാരം തങ്ങൾ കടുത്ത രീതിയിൽ തന്നെ തീർക്കുമെന്ന മുന്നറിയിപ്പ് റഷ്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മോസ്കോയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം യുക്രൈൻ്റെ യുദ്ധതന്ത്രങ്ങളിൽ വന്ന വലിയ മാറ്റത്തെയാണ് കാണിക്കുന്നത്. യുദ്ധം സ്വന്തം മണ്ണിൽ മാത്രം ഒതുങ്ങാതെ റഷ്യയുടെ ഹൃദയഭാഗത്തേക്ക് ജനതയ്ക്കിടയിലും ഭരണകൂടത്തിലും വലിയ ആശങ്ക ഉണ്ടാക്കാൻ പാകത്തിന് തൊടുക്കും എന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. അതിനാലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് കടുത്ത തിരിച്ചടിക്ക് ഉത്തരവിട്ടതെന്നാണ് സൂചനകൾ. റഷ്യൻ പ്രത്യാക്രമണം ശക്തമായതോടെ യുക്രൈനിലെ പല നഗരങ്ങളും ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. വിമാനത്താവളങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, കമാൻഡ് പോസ്റ്റുകൾ എന്നിവയ്ക്ക് പുറമെ സാധാരണക്കാരുടെ പാർപ്പിടങ്ങളും ആക്രമിക്കപ്പെടുന്നത് യുക്രൈൻ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ അടിയന്തര ഇടപെടൽ യുക്രൈൻ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യുക്രൈൻ്റെ കിഴക്കൻ അതിർത്തികളിൽ റഷ്യൻ സൈന്യം കരമാർഗമുള്ള നീക്കങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. വ്യോമാക്രമണങ്ങളുടെ പിന്തുണയോടെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനാണ് റഷ്യൻ പട ശ്രമിക്കുന്നത്. എന്നാൽ തങ്ങളുടെ സൈന്യം ശക്തമായ പ്രതിരോധം തീർക്കുന്നുണ്ടെന്നും റഷ്യയ്ക്ക് വൻ നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ടെന്നും യുക്രൈൻ അവകാശപ്പെടുന്നുണ്ട്. ഈ പുതിയ സംഭവവികാസങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. നാറ്റോ സഖ്യകക്ഷികൾ യുക്രൈന് നൽകുന്ന ആയുധങ്ങളുടെ പരിധി വർദ്ധിപ്പിക്കാൻ ഈ സാഹചര്യം കാരണമായേക്കാം. കൂടുതൽ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ യുക്രൈന് നൽകണമെന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും ആവശ്യപ്പെട്ടു കഴിഞ്ഞു.
ഇത് റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കാനാണ് സാധ്യത. റഷ്യയുടെ കനത്ത ബോംബാക്രമണം യുക്രൈനിലെ മാനുഷിക പ്രതിസന്ധി വീണ്ടും രൂക്ഷമാക്കിയിരിക്കുകയാണ്. കാരണം സപ്പോറിഷ്യ പോലുള്ള നഗരങ്ങളിൽ നിന്നും ജനങ്ങൾ സുരക്ഷിത താവളങ്ങൾ തേടി കൂട്ടത്തോടെ പലായനം ചെയ്തു തുടങ്ങിയതായും വാർത്തകളുണ്ട്. തണുപ്പുകാലം അടുത്തുവരുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകരുന്നത് ജനങ്ങളുടെ ദുരിതം ഇരട്ടിയാക്കും. ഖാർക്കീവിലെ ഡ്രോൺ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണം യുക്രൈൻ്റെ സൈനിക നീക്കങ്ങളെ ബാധിക്കുമെന്നും ഉറപ്പാണ്. കാരണം ആധുനിക യുദ്ധമുറകളിൽ ഡ്രോണുകൾക്കുള്ള പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ഉൽപ്പാദന കേന്ദ്രം തകർന്നത് യുക്രൈന് വലിയ തിരിച്ചടിയാണ്. എന്നാൽ തങ്ങൾക്ക് മറ്റ് ബദൽ സംവിധാനങ്ങൾ ഉണ്ടെന്നാണ് യുക്രൈൻ സൈനിക വക്താക്കളും പറയുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഈ വ്യോമയുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ ഭീകരമായേക്കാം. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിലും ആഗോള സമ്പദ്വ്യവസ്ഥയിലും ഇതിന്റെ പ്രതിഫലനങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. യുക്രൈൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ റഷ്യ പുതിയ തരം ഗൈഡഡ് ബോംബുകളാണ് ഉപയോഗിക്കുന്നത്. ഇവയെ പ്രതിരോധിക്കുക എന്നത് യുക്രൈൻ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കാരണം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ F-16 യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും എത്തിയാൽ മാത്രമേ ഈ ആക്രമണങ്ങളെ ചെറുക്കാൻ യുക്രൈന് സാധിക്കുകയുള്ളൂ. മോസ്കോയ്ക്ക് നേരെയുണ്ടായ ആക്രമണം റഷ്യൻ പ്രതിരോധ രംഗത്തെ വീഴ്ചകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് മറയ്ക്കാനും റഷ്യൻ ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകാനുമാണ് ക്രെംലിൻ ഇപ്പോൾ യുക്രൈൻ നഗരങ്ങളെ ലക്ഷ്യമിട്ട് അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം അതിൻ്റെ 5ാം വർഷത്തിലേക്ക് അടുക്കുമ്പോഴും ഇരുപക്ഷത്തിനും വ്യക്തമായി വിജയം നേടാനായിട്ടില്ല എന്നത് പ്രതിസന്ധി കൂട്ടിയിട്ടുണ്ട്. സപ്പോറിഷ്യയിലെ ആണവ നിലയത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും ഈ സാഹചര്യത്തിൽ വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. നഗരത്തിൽ ബോംബുകൾ വീഴുന്നത് ആണവ ദുരന്തത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാൽ അത് യൂറോപ്പിനെ മുഴുവൻ ബാധിക്കുകയും ചെയ്യും. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി റഷ്യയുടെ ഈ ക്രൂരതയെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. റഷ്യൻ ഭീകരതയ്ക്ക് മുന്നിൽ തങ്ങൾ കീഴടങ്ങില്ലെന്നും ഓരോ ആക്രമണത്തിനും തക്കതായ മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. റഷ്യയെ ഒരു ഭീകരവാദ രാജ്യമായി പ്രഖ്യാപിക്കണമെന്നാണ് ഇപ്പോൾ സെലൻസ്കിയുടെ നിലപാട്. റഷ്യൻ ആക്രമണങ്ങളിൽ തകർന്ന സപ്പോറിഷ്യയിലെ ആശുപത്രികളിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നുണ്ട്. രക്തക്ഷാമവും മരുന്നുകളുടെ കുറവും പ്രതിസന്ധിയും കൂട്ടിയിട്ടുണ്ട്. സന്നദ്ധ സംഘടനകൾ ജനങ്ങൾക്ക് സഹായമെത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും നിരന്തരം ഷെല്ലാക്രമണം നടത്തുന്നതിനാൽ രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് എത്താനും സാധിക്കുന്നില്ല. ഈ യുദ്ധം ആഗോള രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വിലയിരുത്തൽ. കാരണം ചൈന, ഇറാൻ, വടക്കൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ റഷ്യക്കുള്ള പിന്തുണയും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും യുക്രൈനുള്ള സഹായവും ലോകത്തെ 2 ചേരികളായി തിരിച്ചു കഴിഞ്ഞു. ഈ പുതിയ കനത്ത ആക്രമണങ്ങൾ ആഗോളതലത്തിൽ കൂടുതൽ നയതന്ത്ര യുദ്ധങ്ങൾക്കായിരിക്കും വഴി തുറക്കുക. റഷ്യ തങ്ങളുടെ സൈനിക ശക്തി പൂർണ്ണമായും ഉപയോഗിച്ച് യുക്രൈനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ കളിമൺ പ്രതിരോധം കൊണ്ട് യുക്രൈനെ അതിനെ നേരിടുകയാണ്. മോസ്കോ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്നും റഷ്യൻ മണ്ണിൽ ഇനിയും സ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്നും യുക്രൈൻ അനുകൂല സൈനിക ഗ്രൂപ്പുകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് റഷ്യയെ കൂടുതൽ ക്രൂരമായ നടപടികളിലേക്ക് പോകാനാണ് പ്രേരിപ്പിക്കുന്നത്. യുദ്ധത്തിൻ്റെ ഈ പുതിയ ഘട്ടം കാണിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ വന്യവും വിനാശകരവുമായി മാറുന്നു എന്നതാണ്. തന്ത്രപരമായ പരിഹാരങ്ങൾ ഒന്നും തന്നെ നിലവിൽ പ്രായോഗികമല്ല. വരും ആഴ്ചകളിൽ റഷ്യ തങ്ങളുടെ വ്യോമാക്രമണങ്ങൾ കൂടുതൽ കടുപ്പിക്കാനാണ് സാധ്യതയും. ഇത് യുക്രൈനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. അതിനിടയിലാണ് ഈ ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണം ഭീതി ജനിപ്പിക്കുന്നത്. അത് യൂറോപ്പിലാകമാനം ഭീതി ഉണ്ടായിട്ടുണ്ടെന്നുള്ള തരത്തിൽ വാർത്തകളും പുറത്തു വന്നു കഴിഞ്ഞു.